ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഫുട്ബോൾ വേൾഡ് കപ്പ് മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വിവാദങ്ങളും അതിനിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ കേട്ടിട്ടുള്ള ഒരു കൗതുകകരമായിട്ടുള്ള ഒരു സംഭവം ഞങ്ങളോട് പറയാം, നിങ്ങളെ അറിയിക്കാം. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഗ്രൂപ്പ് സ്റ്റേജിലെ 3ാമത്തെ റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ അർജന്റീനയുടെ എതിരാളികൾ ജോർഡാനായിരുന്നു. അപ്പോൾ ജോർഡാനായിട്ടുള്ള മത്സരത്തിൽ നമുക്കറിയാം അർജന്റീന ജയിച്ചത് എങ്ങനെയാണെന്നുള്ളത്. ഒരു പെനാൽറ്റി, 2 ഫ്രീ കിക്ക്, 3 അവസരങ്ങൾ ഒരു ഗോളാക്കിക്കൊണ്ട് തന്നെയാണ് 3-1 എന്നുള്ള ഗോൾ ശരാശരിയിൽ ജയിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ ആ മത്സരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊതുവെ പ്രതിയോഗികളിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്. എന്താണെന്നറിയോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അതായത് അർജന്റീനയ്ക്ക് ഗോൾ അടിക്കാൻ വേണ്ടി ഫിഫ സെറ്റാക്കി കൊടുത്തേക്കാണ്. എന്ത്? പെനാൽറ്റിയും ഫ്രീ കിക്കും. ശരിക്കും അർജന്റീനയുടെ ഫാൻസ് അല്ലാത്ത ആൾക്കാരിൽ നിന്ന് ഇങ്ങനത്തെ കമന്റുകൾ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചിരി വരും. അതിലുപരി അവരോട് സഹതാപം തോന്നും. കാരണം നമ്മൾ മനസ്സിലാക്കുന്ന എന്താ, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താ, അർജന്റീനയ്ക്ക് മാത്രമാണ് ഈ പെനാൽറ്റിയും ഫ്രീ കിക്കും കൊടുക്കുന്നത്. അത് നമ്മളെല്ലാവരും മാച്ചുകൾ കാണുന്നതാണ്. പല വിവാദങ്ങളും ഇതിന്റെ ഇടയിൽ സംഭവിക്കുന്നത്. എല്ലാവരുടെയും കണ്ണിലും അർജന്റീനയ്ക്ക് വാരിക്കോരി പെനാൽറ്റികൾ കൊടുക്കുന്നു, ഫ്രീ കിക്ക് കൊടുക്കുന്നു എന്നൊക്കെയാണ് കമന്റ്സ്. കഴിഞ്ഞ മത്സരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആർക്കൊക്കെ ഏതൊക്കെ രീതിയിലാണ് പെനാൽറ്റി കിട്ടിയത്, ആരൊക്കെയാണ് സ്കോർ ചെയ്തത് എന്നുള്ളതൊക്കെ. അർജന്റീന കമ്മിറ്റി ടീമാണെന്നും മെസ്സി ഫിഫ ബോയ് ആണെന്നൊക്കെയാണ് പറയണത്. മത്സരങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണ് കമ്മിറ്റി ടീമെന്നും ആരാണ് ഫിഫ ബോയ് എന്നുള്ളതൊക്കെ. ഞാൻ കൂടുതൽ വിലയിരുത്തേണ്ടല്ലോ, കൂടുതൽ പറയും വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു.